എല്ലാവർക്കും പ്രോത്സാഹനമാണ്. ഞാനിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത്തിരി നല്ലൊരു ക്വസ്റ്റൻ ആണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. നിങ്ങൾ ഈ ബോർഡിൽ കാണുന്ന ക്വസ്റ്റനൊക്കെ ചിലപ്പോൾ ചെറിയ ഫോമിൽ കണ്ടിട്ടുണ്ടാവും. നമ്മൾ അതിനെ ചെയ്ത് ഈസിയാണ്, ഇത്രയേ ഉള്ളല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ പഠിച്ചു പോയാൽ വലിയ പ്രയോജനങ്ങളൊന്നും ഉണ്ടാവില്ല. ഇത്തിരി വലിയ ക്വസ്റ്റ്യൻസുകളെ പഠിക്കണം. ഇത് പ്രത്യേകിച്ച് CBSE 12th ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ്. നമ്മുടെ കേരളയിലോട്ടും ഇപ്പോൾ ഇത് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെയുള്ളത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കുള്ള പ്രയോജനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ എൻട്രൻസിനൊക്കെ അടുത്ത വർഷം നമ്മൾ എഴുതുമ്പോൾ വളരെ ഈസി ആയിട്ട് അതിനെ ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകളായിരിക്കണം നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ എല്ലാവരും വായിച്ചേ. F from R to R defined by f of x equal x square minus 4x plus 5. Check if is 1 onto or bijective. 1 ആണോ onto ആണോ bijective ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് ആദ്യം 1 എന്ന് പറയുന്ന സംഭവം സ്റ്റാർട്ട് ചെയ്യാം. 1 ഒക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടോ? സ്റ്റാർട്ടിങ് 1 എന്ന് പറഞ്ഞാൽ കൺസിഡർ f of x1 ഈസ് ഈക്വൽ എത്രയാണ്? f of x2. അങ്ങനെ വന്ന അവസാനം x1 ഈക്വൽ ടു x2 എന്ന് ഒരൊറ്റ വാല്യൂ കിട്ടാൻ പാടുള്ളൂ. മറ്റൊരു വാല്യൂ കൂടെ കിട്ടിയാൽ 1 അല്ല. ഓക്കെ, ഇനി ഇത് ചെയ്ത് കാണിക്കുന്ന സ്റ്റെപ്പുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. f of x1 ഈക്വൽ ടു f of x2 എന്ന് പറഞ്ഞാൽ ഈ രണ്ട് എക്സുകളെയും x1 എന്നാക്കി ഇടത്തെ സൈഡിൽ, അതേപോലെ x2 എന്നാക്കി വലത്തെ സൈഡിൽ. ഓക്കെ, അപ്പോൾ എങ്ങനെയായിരിക്കും നോക്കിക്കേ. x1 സ്ക്വയർ മൈനസ് 4x1 പ്ലസ് 5. റൈറ്റ് സൈഡ് എഴുതുമ്പോൾ x2 സ്ക്വയർ മൈനസ് 4x2 പ്ലസ് 5. ഇവിടെ വെച്ച് നമുക്ക് 5നെ എന്താക്കി കളയാം? ക്യാൻസലാക്കി കളയാം. ബാക്കി നമുക്ക് കിട്ടുന്നത് x1 സ്ക്വയർ മൈനസ് 4x1, ഇയാൾ ഇപ്പുറത്ത് വന്നാൽ മൈനസ് x2 സ്ക്വയർ പ്ലസ് 4x2 ഈസ് ഈക്വൽ ടു 0. ഓക്കെ ആണല്ലോ. പിന്നെ നമ്മുടെ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മാത്സിന് CBSE 12th കേരളക്കാർക്കാണേലും രണ്ടുപേർക്കും രണ്ട് രീതി കൂടെ. മീൻസ് നമ്മുടെ CBSEക്ക് ഇത്തിരി ക്വസ്റ്റ്യൻസുകൾ ടഫായിട്ടാണ് ചോദിക്കുന്നത്, അതേസമയം കേരളയ്ക്കാകുമ്പോൾ ഇത്തിരിയുടെ എളുപ്പമുള്ള സിമ്പിളായിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസുകളും കിട്ടും. രണ്ടുപേർക്കുള്ള ക്ലാസ് കിട്ടും, ജോയിൻ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് മാത്സിനെ പിന്നെ പേടിക്കാതെ വളരെ സിമ്പിളായിട്ട് എല്ലാ ചാപ്റ്റേഴ്സ്, കാൽക്കുലസ്, ഡിഫറൻസിയേഷൻ, ഇൻറ്റഗ്രേഷൻ എന്നൊക്കെ ചാപ്റ്റേഴ്സിനെയൊക്കെ വളരെ ഈസി ആയിട്ട് ട്രിക്സുകളൊക്കെ യൂസ് ചെയ്ത് പഠിക്കാൻ പറ്റും. ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻട്രൻസിന് ജോയിൻ ചെയ്താൽ കോംബോ ഓഫറുണ്ട്. വളരെ എളുപ്പത്തിൽ രണ്ടും കൂടി പഠിച്ചു പോകാൻ പറ്റും. അത് ജോയിൻ ചെയ്യാൻ നമ്മുടെ നമ്പർ 9846708543 കോൾ ചെയ്തോ വാട്സപ്പിൽ മെസ്സേജോ ജോയിൻ ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം ബാക്കി. ഓക്കെ, ഇങ്ങനെയൊക്കെ എഴുതി. ഇനി ഇതിൻ്റെ സിംപ്ലിഫിക്കേഷൻ ഇവിടെ നോക്കിക്കേ. x1 സ്ക്വയർ ഇതാരാ മോനെ? x2 സ്ക്വയർ, a സ്ക്വയർ മൈനസ് b സ്ക്വയർ. ഇവരൊക്കെ മറന്നുതരും. ഈ രണ്ട് ടേംസേ ഉള്ളൂ കണ്ടോ. x1 സ്ക്വയർ x2 സ്ക്വയർ ആണെങ്കിൽ അതിനെ x1 പ്ലസ് x2 ഇൻറ്റു x1 മൈനസ് x2 എന്നെഴുതാം. ഏതൊക്കെ രണ്ട് പേരെ ഞാൻ എടുത്തത്? ഈ രണ്ട് പേരെ ഉണ്ടല്ലോ. x1 സ്ക്വയർ മൈനസ് x2 സ്ക്വയർ, a സ്ക്വയർ മൈനസ് b സ്ക്വയർ, a പ്ലസ് b, a മൈനസ് b. ഇനിയുള്ളത് മൈനസ് 4x1 ആൻഡ് പ്ലസ് 4x2. ഈ രണ്ട് ടേംസിൽ നിന്നും ഞാൻ മൈനസ് 4നെയാണ് കോമൺ എടുക്കാൻ പോകുന്നത് കേട്ടോ. രണ്ടിടത്തും 4 ഉണ്ട് കണ്ടോ. 4x1ലും 4 ഉണ്ട്, 4x2ലും 4 ഉണ്ട്. ബട്ട് ടേക്കൺ ആസ് 4 മൈനസ് 4 ആസ് കോമൺ. അപ്പോൾ ഇവിടുന്ന് മൈനസ് 4x നിന്ന് മൈനസ് 4 ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആരുണ്ട് മോനെ? x1. ഓക്കെ, പ്ലസ് 4x2 എന്നാണ് മൈനസ് 4 വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ മൈനസ് ആണ് വരേണ്ടത് കേട്ടോ. ഈക്വൽ എത്രയായി? 0. ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ മൈനസ് 4 ഇൻറ്റു x1 മൈനസ് 4x1 മൈനസ് 4 ഇൻറ്റു മൈനസ് x2 പ്ലസ് 4x2. ക്ലിയർ ആണ്. ഓക്കെ, ഇപ്പം നോക്കിക്കേ. ഇതൊരു ടേം. ഈ രണ്ട് ടേമിലും x1 മൈനസ് x2 രണ്ടിടത്തുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് x1 മൈനസ് x2നെ ഇങ്ങ് കോമൺ എടുക്കാം. ഇത്രയും ഇതൊരു ടേമാണേ. രണ്ട് ടേംസേ ഉള്ളൂ. ഇതൊറ്റ ടേം, ഇതൊരു മറ്റൊരു ടേം. ഈ രണ്ട് ടേമിലും x1 മൈനസ് x2 എന്ന് പറഞ്ഞ ബ്രാക്കറ്റ് കോമൺ ആണ്. അവനെ ഇങ്ങ് കോമൺ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നാലുണ്ട് മോനെ? x1 പ്ലസ് x2 മൈനസ് 4 ഈക്വൽ എത്രയായി? 0. ഓക്കെ ആണല്ലോ. ഇത്രയൊക്കെ. ഇപ്പോൾ ഇതേ ഇൻറ്റു ഇതേ ഈക്വൽ 0 എന്ന് പറഞ്ഞാൽ x1 മൈനസ് x2 ഈക്വൽ 0. ഓർ മറ്റൊരെണ്ണം കൂടെ കിട്ടുമോനെ? x1 പ്ലസ് x2 മൈനസ് 4 ഈക്വൽ എത്ര? 0. ഇവിടെ നമുക്ക് x1 ഈക്വൽ എത്ര എന്ന് കിട്ടി? x2. ഇവിടെ x1 പ്ലസ് x2 മൈനസ് 4 ഈക്വൽ 0 എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ രണ്ടും പോസിബിൾ ആണ്. x1 ഈക്വൽ ടു x2, x1 പ്ലസ് x2 മൈനസ് 4 ഈക്വൽ 0. ഇത് മറ്റൊരു വാല്യൂ ആണ്. അപ്പോൾ ഈ രണ്ടും നമ്മുടെ റിയൽ നമ്പേഴ്സിൽ പോസിബിൾ ആണ്.
ദാറ്റ് മീൻസ് ഇവിടെ നമുക്ക് രണ്ട് വാല്യൂസുകൾ പോസിബിൾ ആയിട്ട് വരുന്നു എന്നർത്ഥം. ദെയർഫോർ ഇഫ് ഈസ് ആരാണ്? നോട്ട് 1 1, നോട്ട് 1 1. ഓക്കെ, ഇത് 1 1 അല്ല. 1 1 ആകണമെങ്കിൽ x1 = x2, ഇങ്ങനെ ഒരെണ്ണം കൂടെ പിന്നെയും 0, വേറെ രണ്ട് നമ്പേഴ്സുകളുടെ ആൻസർ 0 ഒരിക്കലും വരാൻ പാടില്ല. ഓക്കെ, അങ്ങനെ വരാൻ പാടില്ല. അങ്ങനെ വന്നാൽ പിന്നെ അതെന്തല്ല, 1 1 അല്ല. നോക്കിക്കേ, നിങ്ങളിപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഏതെങ്കിലും നമ്പറുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ രണ്ട് ആൻസേഴ്സുകളും എന്ന് പറഞ്ഞാൽ രണ്ട് റിയൽ നമ്പേഴ്സുകളുടെ ആൻസറുകൾ ഇങ്ങനെ ആൻസർ 0 കിട്ടാം കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇതൊരു ക്വാഡ്രാറ്റിക് നിങ്ങൾക്കറിയാം, ക്വാഡ്രാറ്റിക് ആണല്ലേ. അപ്പോൾ നമുക്ക് രണ്ട് വാല്യൂസുകൾ കിട്ടാം, ആ രണ്ട് വാല്യൂസുകൾക്കും ആൻസർ ഒരേപോലെ ആവാം. ദെയർഫോർ നമുക്ക് ഇതെന്തല്ല, 1 1 അല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ x1 = x2 അങ്ങനെ മാത്രം കിട്ടുമ്പോഴാണ് 1 1. ഇവിടെ കണ്ടോ മറ്റൊരാളുടെ 0 കിട്ടുന്നുണ്ട്, അപ്പോൾ അവിടെയും മറ്റൊരു കാര്യങ്ങൾ പോസിബിളായി. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഇങ്ങനെ പോസിബിൾ ആകുന്ന സമയങ്ങളിൽ അതെന്തല്ല, 1 1 അല്ല. ഓക്കെ, അപ്പോൾ 1 1 അല്ല എന്നുള്ളത് ക്ലിയറായി. നെക്സ്റ്റ് ഉണ്ടോ? അപ്പോൾ എല്ലാവർക്കും ഇതാ സംശയം കേട്ടോ, ഇത് ഓക്കെയാണ് അല്ലേ, ഇതാ നമ്മൾ കണ്ടേക്കുന്നത്. അതുകൊണ്ടാണ് ഇതുകൂടെ ഉണ്ട്, ഇവിടെ ഇങ്ങനെയും കൂടെ ഒരു പോസിബിലിറ്റിയും കൂടെ വരുന്നതുകൊണ്ട് മറ്റൊരു വാല്യൂ കൂടെ പോസിബിൾ ആണെന്ന് അർത്ഥം. x1 = വേണേൽ x1 = കണ്ടോ -x2 + 4 എന്നിവിടെ വരുതാം. അപ്പോൾ അങ്ങനെ x1 രണ്ട് വാല്യൂസ് കിട്ടുന്നു, അതുകൊണ്ടാണ് 1 1 അല്ലാത്തത്. ഓക്കെ, നെക്സ്റ്റ് ഉണ്ടോ. ഉണ്ടോ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? ലെറ്റ് f(x) = y. f(x) ആരാമനെ x² - 4x + 5 = y. ഓക്കെ, ഇതിനെ നമ്മൾ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചിരിക്കണേ, x² - 4x + 5നെ നമ്മൾ 4+1 ആക്കണം. 5നെ 4+1. ഓക്കെ, ഇനി നമുക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല, ഒരു ഫംഗ്ഷൻ ഓണ്ടു ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ റേഞ്ച് = ആരായിരിക്കണം മോനെ? കോഡൊമൈൻ. റേഞ്ചും കോഡൊമൈൻ തമ്മിൽ തുല്യമാവുന്ന ഒരു ഫംഗ്ഷനിൽ ആ ഫംഗ്ഷൻ ആരായിരിക്കും? ഓണ്ടു ആണ്. കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതാണ്, ഇത് നമ്മുടെ R2R ഇതാണ് നമ്മുടെ ആരാ? കോഡൊമൈൻ. ഓക്കെ, ഇനി റേഞ്ചിനെ നമ്മൾ കണ്ടുപിടിക്കാൻ പോകും. റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ വയ്യ കണ്ടല്ലോ, ഇയാളെ വൈ നടക്കുന്ന വൈയുടെ വാല്യൂ ആണ് റേഞ്ച്. ഒരിക്കലും മറന്നു പോലും കേട്ടോ, വാല്യൂ ഓഫ് വൈ ആർ കോൾഡ് എന്താണ്? റേഞ്ച്. അപ്പോൾ നമുക്കിവിടെ റേഞ്ചിനെ നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ ഇതാണ് കണ്ടല്ലോ, ഇതാണ് നമ്മുടെ വൈ. അവിടെ നിന്ന് ഞാൻ ഈ 5നെ സ്പ്ലിറ്റ് ചെയ്ത് x², നമുക്ക് പല രീതിയിൽ കൂടെ ചെയ്യാം. ഇവിടെയൊക്കെ നമുക്ക് ഈ നമ്പറിനെയൊക്കെ വെച്ചുകൊണ്ട് കാണുമ്പോഴാണ് നമ്മൾ 5നെ 4+1 ആക്കിയാൽ എന്താ പ്രയോജനം നോക്കിക്കോണേ. ഇപ്പം ഈ രണ്ട് ടൈംസ് സെയിം എഴുതി 5നെ 4+1 ആക്കിയപ്പോൾ ആദ്യത്തെ 3 ടൈംസിനെ ഒന്ന് വായിച്ചേ, എല്ലാവരും ഒന്ന് വായിച്ചേ മോനെ. x² - 4x + 4 ദാറ്റ് ഈസ് x - 2² + 1 എത്ര മോനെ? y. ശരിയല്ലയോ? അപ്പോൾ x - 2² + 1 ആണ് വൈയുടെ വാല്യൂ. ഞാൻ തിരിച്ചെന്ന് എഴുതുക കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കോഡൊമൈൻ നമുക്ക് ആരാന്ന് മനസ്സിലായി. ഇനി റേഞ്ചിനെ കണ്ടുപിടിക്കാൻ പോവാം. റേഞ്ചും R എന്ന് തന്നെയാണ് കിട്ടുന്നതെങ്കിൽ അത് കൊണ്ടുപോകും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടുത്തെ വൈയുടെ വാല്യൂ കിട്ടുന്നത് y = x - 2² + 1. ഓക്കെ, നമുക്കറിയാം ക്ലിയർലി x - 2² ഈസ് ഓൾവേസ് പോസിറ്റീവ് ഫോർ എനി വാല്യൂ ഓഫ് x. എക്സിനാരെ കൊടുത്താലും ഇതൊരു > 0 ആയിരിക്കും. ഒരിക്കലും നെഗറ്റീവ് വരത്തില്ല ഈ ഭാഗം. ശരിയല്ലേ അവൻ? ഇത്രയും നെഗറ്റീവ് വരുമോ? കാരണം ഹോൾ² കിടക്കുന്നതുകൊണ്ട് എക്സിനാരെ കൊടുത്താലും 0 വരാം. കാരണം എക്സിന് ഇപ്പോൾ 2 കൊടുത്തു കഴിഞ്ഞാൽ 2 - 0, മറ്റുള്ള ഏത് നമ്പർ കൊടുത്താലും 0ക്കാലും കൂടുതലേ വരത്തുള്ളൂ. അപ്പോൾ ഈ ആൾ > എത്ര മോനെ? 0. ഈ ഭാഗം ഒരു 1 കൂടെ ഉള്ളതുകൊണ്ട് വൈയുടെ വാല്യൂ > എത്രയായി? 1 ആയി. കണ്ടോ, y = ഇയാളുടെ വാല്യൂ എന്തായാലും 0-നേക്കാളും കൂടുതലാണ്, ഒരിക്കലും നെഗറ്റീവ് വരത്തില്ല. ഇത് 1 പോസിറ്റീവ്. അപ്പോൾ ഈ രണ്ടോട് ചേരുമ്പോൾ ഉറപ്പായിട്ട് ഇതിൻ്റെ വാല്യൂ 1ൽ കൂടുതലാണെന്ന് ഉറപ്പിച്ചു. എന്തുകൊണ്ടാണ്? ഇത് 0 ഏറ്റവും ചെറുത് എന്ന് പറഞ്ഞാൽ 0 0ൽ കൂടുതലോ, ഒരു ഒന്നുകൂടെ കൂടുമ്പോൾ 1-നേക്കാളും കൂടുതൽ 1 + 0 1-നേക്കാളും എന്താണ്? അപ്പോൾ വൈയുടെ വാല്യൂ എന്താണ്? > 1. ദാറ്റ് മീൻസ് y എലമെൻറ്റ് ഓഫ് 1 to ∞. ഇതാണ് റേഞ്ച്. ഇപ്പോൾ റേഞ്ച് 1 തൊട്ട് ∞ എന്ന് പറഞ്ഞാൽ നമ്മുടെ 0-ലോട്ടോ നെഗറ്റീവ് നമ്പറൊന്നും നമ്മുടെ റേഞ്ചിൽ കിട്ടുന്നില്ല. അപ്പോൾ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ റേഞ്ച് കേട്ടോ അവനെ. ഇയാളാണ് നമ്മുടെ റേഞ്ച്, വൈയുടെ വാല്യൂ. പക്ഷേ കോഡൊമൈൻ ആരാമനെ റിയൽ നമ്പറും റേഞ്ച് എന്ന് പറഞ്ഞാൽ നെഗറ്റീവേ ഇല്ല, 1 to ∞. തമ്മിൽ ഈക്വലാവുന്നുണ്ടോ? ഇല്ല. ഇവിടെ കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് സെറ്റ്, അത് നമ്മുടെ നെഗറ്റീവും പോസിറ്റീവും എല്ലാം ഉൾപ്പെടുന്നതാണ്. ബട്ട് നമുക്ക് റേഞ്ച് കിട്ടുന്നത് ഓൺലി പോസിറ്റീവ് വാല്യൂസ് ദാറ്റ് സ്റ്റാർട്ട് ഫ്രം 1 to ∞. 1 തൊട്ട് ∞ പോകുന്നത്.
1-ന് ഇപ്പുറത്തോട്ടേ വരുന്നില്ല. ഓക്കെ, നമ്മുടെ നമ്പർ ലൈൻ നോക്കിയാൽ ഇത് 0, ഇത് 1 ആണെങ്കിൽ ഇവിടം തൊട്ടാ നമ്മുടെ റേഞ്ച് തുടങ്ങുന്നുള്ളൂ. അങ്ങോട്ട് പോവാം കേട്ടോ, ഇങ്ങോട്ടില്ല, ഇവിടൊന്നും ഇല്ല റേഞ്ച്. ബട്ട് നമ്മുടെ കോഡമൈൻ എന്ന് പറഞ്ഞാൽ ഫുള്ളാ മോനെ, ഫുള്ളാണ്. അപ്പോൾ തമ്മിൽ ഇത് ഇവിടം തൊട്ടേ ഉള്ളൂ റേഞ്ച്, പക്ഷേ കോഡമൈൻ ഫുള്ളാണ്, തമ്മിൽ ഈക്വലാകുന്നില്ല. therefore if is not onto. ഓക്കെ, അതിൻ്റെ റീസൺ നിങ്ങൾ എന്താ എഴുതണം? ഹിയർ റേഞ്ച് നോട്ട് ഈക്വൽ ടു കോഡമൈൻ, therefore if is not onto. ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ ഇങ്ങനെയൊക്കെയുള്ളത് വേണം നമ്മൾ ചെയ്ത് പഠിക്കാൻ. അല്ലാതെ നമ്മൾ കുട്ടി ക്വസ്റ്റ്യൻസുകൾ മാത്രം പഠിച്ച് രക്ഷപ്പെടാം എന്ന് ഇപ്പോഴത്തെ കാലത്ത് വിചാരിക്കേണ്ട. ഒത്തിരി കുട്ടികൾ മത്സര ബുദ്ധിയോടുകൂടി പഠിക്കുന്നുണ്ട്. അതിനോടൊപ്പം കിടപിടിക്കണമെങ്കിൽ നമ്മൾ അതിനോടൊപ്പം വളരണം. ഓക്കെ, അപ്പോൾ ഇത് ക്ലാസ് ഇഷ്ടമായെങ്കിൽ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഉറപ്പായിട്ട് ഓരോ കുട്ടിയും ഇതൊന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ അനുഗ്രഹം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. കാരണം കുട്ടികളിലോട്ട് എത്തിക്കുന്നത് നിങ്ങളാണല്ലോ. അപ്പോൾ നമുക്ക് നിങ്ങളോട് സന്തോഷമുണ്ടാകും. കാരണം ഇത് വേറെ വഴി കൂടെ നമുക്കതൊന്നും കുട്ടികളിൽ എത്തിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ആദ്യം കാണുന്ന ഒരാളോട്ട് എത്തിച്ചാൽ അത്രയും സന്തോഷം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് ബൈ.